നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 5 വ്യാഴാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം. പ്രിയപ്പെട്ടവരുമായി ഒത്തുചേരാനും ഇഷ്ടഭക്ഷണം കഴിച്ച് സമയം ചെലവഴിക്കുവാനും സാധിക്കുന്ന ദിവസമാണിത്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ ഉല്ലാസയാത്രകൾ പോകാനോ അവസരം ലഭിക്കും. ശത്രുദോഷങ്ങൾ മാറുകയും ഭക്ഷണ സുഖം അനുഭവപ്പെടുകയും ചെയ്യും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ദാമ്പത്യ ജീവിതത്തിൽ അനാവശ്യ സംശയങ്ങൾ ഉടലെടുക്കാതെ ശ്രദ്ധിക്കണം. ഇത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും കലഹങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് ഉചിതമായിരിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത പാലിക്കണം. മോശം കൂട്ടുകെട്ടുകൾ വഴി ദുർപ്രവർത്തികൾ ചെയ്യാൻ സാഹചര്യമുണ്ടാകും. ശാരീരികമായ ഊർജ്ജക്കുറവും പലതരത്തിലുള്ള രോഗാതി ദുരിതങ്ങളും അലട്ടാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും. വിശേഷപ്പെട്ട അമൂല്യ വസ്തുക്കൾ കൈവശം വന്നു ചേരാൻ യോഗമുണ്ട്. അപ്രതീക്ഷിതമായ ധന നേട്ടവും പുതിയ ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും സ്വന്തമാക്കാൻ സാധിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കൂട്ടുകെട്ടുകൾ വഴി തെറ്റായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വിവേകം കാണിക്കുക. അനാവശ്യ ചെലവുകളും ധനനഷ്ടവും സംഭവിക്കാൻ ഇടയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. വിചാരിക്കുന്ന കാര്യങ്ങളിൽ നേടിയെടുക്കാൻ ഭാഗ്യവും ദൈവാധീനവും തുണയ്ക്കുന്ന ദിവസമാണിത്. സമൂഹത്തിൽ ആദരവും പ്രശംസയും നേടാൻ സാധിക്കും. നല്ല കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ളവരിൽ നിന്ന് നല്ല പേര് കേൾക്കാനും അവസരമുണ്ടാകും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. വൈകാരികമായ ഒട്ടനവധി സംഭവങ്ങൾ ഇന്ന് ഉണ്ടായേക്കാം. ദൂരദേശ യാത്രകൾ അനിവാര്യമായി വരാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിലോ മറ്റ് സാഹചര്യങ്ങളിലോ അതീവ ശ്രദ്ധയും കരുതലും ആവശ്യമായ സമയമാണ്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വിശേഷപ്പെട്ട വ്യക്തികളെ പരിചയപ്പെടാനും അവരോടൊപ്പം സമയം ചെലവഴിച്ച് ആദരവ് നേടാനും സാധിക്കും. സന്താന ഭാഗ്യത്തിനും മക്കളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനും യോഗമുണ്ട്. അപ്രതീക്ഷിതമായ ധനലാഭം മനസ്സിന് സന്തോഷം നൽകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. തൊഴിൽ രംഗത്ത് മികച്ച വിജയവും ഉന്നത സ്ഥാനമാനങ്ങളും കൈവരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ശാരീരിക ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. അനാവശ്യ കൂട്ടുകെട്ടുകൾ വഴി തൊഴിൽ ക്ലേശമോ സ്ഥാനനഷ്ടമോ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രവർത്തനങ്ങളിൽ ജാഗ്രത പാലിക്കണം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സ്വത്ത് സംബന്ധമായോ സാമ്പത്തികമായോ ഉള്ള നിയമതർക്കങ്ങളിൽ തിരിച്ചടികൾ നേരിടാൻ സാധ്യതയുണ്ട്. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ വർദ്ധിച്ചേക്കാം. ഉദരസംബന്ധമായ അസുഖങ്ങൾ വരാതെ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ദീർഘകാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കണ്ടുമുട്ടാൻ അവസരം ലഭിക്കും. അസുലഭമായ പല അവസരങ്ങളും ഇന്ന് തേടിയെത്തും. സാമ്പത്തികമായി വലിയ മുന്നേറ്റവും ധാരാളം ധനം വന്നു ചേരാനും യോഗമുണ്ട്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.